തോറ്റില്ലേ? ഇനി ആ ഫോൺ എടുത്താ തോൽക്കാനോ? ഞാനോ? അടുത്ത ഗെയിമിൽ ഞാൻ അവനെ പൊട്ടിക്കും. അപ്പൊ എന്റെ ഫോൺ ഇങ്ങോട്ട് തരാനല്ല പറഞ്ഞു. ഇതിപ്പോ എന്റെ അടുത്ത് ഇരുന്നോണ്ടാ ഞാൻ തോറ്റുപോയത്. അപ്പൊ ഫോൺ ഇങ്ങ് തരാനാ പറഞ്ഞേ. എനിക്ക് ടീച്ചർ കൊറേ നോട്ട്സ് അയച്ചിട്ടുണ്ടോ, പഠിക്കാനുള്ളതാ. വാതിലടച്ചിട്ട് ഫോണിൽ എന്താ പഠിത്തന്നൊക്കെ അറിയാ. അന്റെ കാര്യം നോക്കിയാൽ ഈ പോടി. ഞാൻ ഇനി പറയും. എന്താ മക്കളത്? അപ്പനോട് ഫോൺ തരാൻ പറയും. ഫോൺ തരല്ലേ, കൊറേ പഠിക്കാനുണ്ട്. നിങ്ങൾ കച്ചറുണ്ടാക്കാതെ അമ്മനോട് അച്ഛനുള്ള മരുന്നും വെള്ളം കൂടി തരാൻ പറയും. ചെല്ലി അമ്മേ, അച്ഛനുള്ള മരുന്നും വെള്ളം എടുത്തു പറഞ്ഞേ. നിനക്ക് അങ്ങോട്ട് എടുത്തു കൊടുത്താലെന്താ? മരുന്ന് എടുത്തു കൊടുത്ത് വെച്ചിട്ട് കയ്യില് വാളയൊന്നും ഊരി പോവില്ല. ഞാനിവിടെ പഠിക്കണം അമ്മേ. എന്നാ അവിടെ ഇരുന്ന് പഠിച്ചോ. ഒരു നേരം മരുന്ന് കുടിച്ചില്ല വെച്ചിട്ട് ചത്തൊന്നും പോവില്ല. വരുന്നുണ്ട് പത്രാസത്തില്. അവർക്ക് പിന്നെ വീട്ടിൽ വേറെ പണിയൊന്നും ഇല്ലല്ലോ. ഒരുങ്ങിക്കെട്ടി ഇങ്ങോട്ട് പോന്നാ മതിയല്ലോ. ബാക്കിയുള്ളവർ ഇവിടെ തന്തന്റെ കാര്യം തന്നെ ചെയ്ത് കഴിയണമെങ്കിൽ ഒരു പണിയാ. ഓലിപ്പോ ഏതാ സാരി എടുത്തിട്ടുണ്ടാവാ? ഒന്ന് നോക്കിയിട്ട് വരാം. നീ ഇനി ഒരുങ്ങി കഴിഞ്ഞില്ല? ഞാനേ അച്ഛന് മരുന്നും ഭക്ഷണമൊക്കെ ഒന്ന് എടുത്തു കൊടുക്കാൻ. അതാ വൈകി. എത്ര സമയമായി? അവരെല്ലാരും ഇവിടെ എത്തിക്കാണും. അച്ഛൻ എങ്ങനെയുണ്ട്? കുറവുണ്ടല്ലോ അല്ലേ? അച്ഛനെ കേൾവിക്ക് ചെറിയ കുഴപ്പമുണ്ട്. എന്നാലും ഇങ്ങനെയൊക്കെ ആയല്ലോ. വെള്ളം മുഴുവൻ കുടിക്കാ. ഇതേതാ സാരി? പുതിയതാ? ഇതോ? ഇത് വെഡിങ് ആനിവേഴ്സറിക്ക് മര്യാദ വാങ്ങി തന്നതാ. എങ്ങനെയുണ്ട്? കൊള്ളാം, നന്നായിട്ട് ചേരുന്നുണ്ട്. എന്നാ നിക്കിട്ടോ, ഞാൻ ഈ മുടിയും കൂടെ കെട്ടിയിട്ട് വരേ. നീ വേഗം വന്നോ, ഞങ്ങൾ ജാസ്മിന്റെ വീട്ടിലുണ്ടാവും. രാഘവേട്ടൻ നല്ല മാറ്റം ഉണ്ടല്ലേടി. അത് അവളുടെ നോട്ടം കൊണ്ടാ. എന്തൊരു സ്നേഹം അവൾക്ക്. നമ്മളെ കൊണ്ടൊന്നും കഴിയൂല കേട്ടോ. അപ്പൊ വിടല്ലേ? എന്ത് രാഘവേട്ട, അയാളോട് വർത്താൻ തീർന്നാലേ എന്റെ ബസ് പോകും. രാഘവേട്ടാ, എന്തൊക്കെയല്ലേ? സുഖല്ലേ? സുഖല്ലേ?
കഴിച്ചില്ലായില്ലേ? നിങ്ങളൊരു ഒപ്പിടണം. ഒപ്പ്. ആ ആ ഇവിടെ ഒരു ഒപ്പിട്ടാട്ടെ. പിന്നെ 3200 വന്നിണ്. 3200 വന്നിണ്. ആ ചെവിയില് വെക്കുന്ന സാധനം ഒന്ന് വാങ്ങിക്കൊടുത്തൂടത്തിന്. അത് ചേച്ചി ഓൺലൈനിൽ ഓർഡർ ചെയ്തിട്ടുണ്ട്. ആ ഈ പൈസ കൊണ്ട് വാങ്ങിക്കോണ്ടി. 3200 ഇതാട്ടോ. അവനെ അമ്മയുടെ പോയി. അമ്മ കല്യാണത്തിന് പോയതാ. ആ ഹലോ, നിങ്ങൾ എത്തിയോ? അവിടുന്ന് കയറ്റം കയറിയിട്ട് വലത്തേക്കുള്ള റോഡില്ലേ, അതില് വന്നാ മതി. അവിടുന്ന് 3ാമത്തെ വീട്. ആ ഒരു മിനിറ്റ്. ഈ അശ്വതിന്റെ വീട് ഏതാ? ഏതശ്വതിയാ? ആശാഭവൻ. അത് ഇവിടെ 2ാമത്തെ വീടായി. വീട് കഴിഞ്ഞിട്ട് 2ാമത്തെ. ഓക്കെ, ശരി. നിങ്ങളാ? അത് ശരി. ക്യാഷ് ജീപ്പേ ശരി. ഓക്കെ. നല്ല വീട്. കേക്കണ്ടോ? ഇപ്പൊ കേക്കണ്ടോ? എടാ അങ്ങനെയല്ല, സ്വിച്ച് ഇട്. ഇനി വെച്ചെടുത്ത ഇപ്പൊ കേക്കണ്ടോ? കേക്കണ്ടോ? നല്ല കേക്കുണ്ട്. നല്ല കേക്കുണ്ട്. കേക്കണ്ടല്ലേ? നല്ല കേക്കുണ്ട്. മോളെ മോളെ ഓ നീ വിളിക്കുന്നു. ചായക്കാവോ? ഏത് നേരം ചായ വെള്ളം, ചായ വെള്ളം. മോളെ മോളെന്ന് വിളിച്ചിങ്ങാണ്ട് സ്വൈര്യം തരൂല മനുഷ്യൻ. തന്തേനെ കൊണ്ട് ചില്ലറ സ്വൈര്യം. ഒരു വൈക്ക് മനുഷ്യന് പോകാനും കഴിയില്ല. തന്തയ്ക്ക് മിനിറ്റിന് ചായ എന്നെ കൊണ്ടാവില്ല. പിന്നെ ചായ എന്ന് പറയുമ്പോ ചായ, വെള്ളം എന്ന് പറയുമ്പോ വെള്ളം. എന്നെ കൊണ്ട് ഇടാൻ പറഞ്ഞാലോ അത് മോന് കുറച്ചില്ല. ഇതൊക്കെ ഞാൻ വിചാരിച്ചിട്ടാ. ഞാൻ ചത്തു പോയാലോ? എന്നാ പിന്നെ തന്തയ്ക്ക് ചായയും വേണ്ട, വെള്ളം വേണ്ട, ഒന്നും വേണ്ട. അപ്പൊ ആരാ നോക്കുക? അന്ന് ആ വയ്യാണ്ട കിടന്ന സമയത്ത് അങ്ങോട്ട് തീർന്നു പോയാൽ മതി. എന്നാ മനുഷ്യന് ഈ സൗകര്യം തന്നിട്ട് തീർന്നു.
മനുഷ്യനെ മെനക്കെടുത്താനായിട്ട് എന്റെ ഒരു തലയിലേക്ക് നോക്കണേ. എന്ത് ചെയ്യാനാ, എന്റെ വിധി തന്നെ. ഓരോരുത്തരും ഇങ്ങനെ ഒരുങ്ങി കെട്ടി പോണെന്ന് കാണുമ്പോ കൊതിയോ നമുക്കുണ്ട് അതിനും കഴിയും. എങ്ങനെ കഴിയാനാ? ഇവിടെ തൊണ്ടേനെ നോക്കാൻ ആള് കണ്ടേ. ചായ എന്ന് പറയുമ്പോ ചായ, വെള്ളം എന്ന് പറയുമ്പോ വെള്ളം കണ്ട് എത്തിച്ചു കൊടുക്കാൻ പൊടി തിരി കുറഞ്ഞോ? ആ അത് മതി, ആ കുടിച്ചാ മതി. ബന്ധങ്ങളിഴനീർത്ത് ശിഥിലമാകുന്നൊരീ സ്നേഹരഹിതമാം നിറം കെട്ട കാലത്ത് കള്ളനാട്യങ്ങൾ തൻ കൂർത്ത മുൾമുനകളാൽ കരളുകീറുന്ന നോവിനേക്കാളും ക്ഷണികമാത്രയിൽ തിരികെട്ടു പോകുന്ന മരണമെത്രമേൽ സുഖതം മധുരിതം. ക്ഷണികമാത്രയിൽ തിരികെട്ടു പോകുന്ന മരണമെത്രമേൽ സുഖതം മധുരിതം. സുഖതം മധുരിതം.